പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ തുടർ നടപടികളിൽ പോലീസ് നിയമോപദേശം തേടും. കഴിഞ്ഞ കേസിലെ യുവതിയുടെ മൊഴിമാറ്റം കണക്കിലെടുത്താണ് പോലീസ് നീക്കം. ഇതിനുശേഷമാകും പ്രതിക്കായുള്ള കസ്റ്റഡി അപേക്ഷ നൽകുക. അനഘ ഹർഷൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനഘ, ഇത് വളരെ നിർണായകമാണ്. ഈ കേസിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് പോലീസ് ആലോചിക്കുകയാണ്. അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം എന്തായിരുന്നു? പോലീസിന്റെ ആലോചന എന്താണ്? നിലവിൽ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ്. തുടർ നടപടികൾക്കായുള്ള നിയമോപദേശമാണ് അന്വേഷണ സംഘം തേടിയിരിക്കുന്നത്. കാരണം മുൻപ് ഇതേ ഗാർഹിക പീഡന പരാതി യുവതി നൽകിയിരുന്നു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് മൊഴി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് കണക്കിലെടുത്താണ് അന്വേഷണ സംഘം ഇപ്പോൾ തുടർ നടപടികൾക്കായി നിയമോപദേശം തേടിയിരിക്കുന്നത്. നിലവിൽ കേസിലെ പ്രതിയായിട്ടുള്ള രാഹുൽ പി ഗോപാൽ റിമാൻഡിലാണ്. 14 ദിവസത്തേക്കാണ് കോടതി രാഹുലിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ റിമാൻഡിലുള്ള പ്രതിക്കായിട്ടുള്ള കസ്റ്റഡി അപേക്ഷ ഈ നിയമോപദേശം തേടിയതിനു ശേഷം മാത്രമായിരിക്കും അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കുക. ഈ കഴിഞ്ഞ 25 ഞായറാഴ്ചയാണ് യുവതിക്ക് മർദ്ദനമേൽക്കുന്നത്. മർദ്ദനമേറ്റ യുവതിയെ ഭർത്താവായ രാഹുൽ തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. പിന്നീട് ആശുപത്രിയിൽ യുവതിയെ എത്തിച്ചതിനു ശേഷം രാഹുൽ അവിടെ നിന്ന് മടങ്ങുകയായിരുന്നു. പിന്നീട് യുവതിയുടെ കുടുംബം, മാതാവും പിതാവും എത്തിയതിനു ശേഷം പന്തീരങ്കാവ് സ്റ്റേഷനിലെത്തി നേരിട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഗാർഹിക പീഡന കേസിനൊപ്പം തന്നെ വധശ്രമത്തിലുള്ള കേസ് കൂടി അന്വേഷണ സംഘം എടുത്തിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു നീക്കം തന്നെയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ശരി അനഘ.